എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടി ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉടമ്പടി നമുക്കറിയാം, അതൊരു ദൈവിക പദ്ധതിയാണ്. ഒരു പ്രാർത്ഥനാ രൂപത്തെക്കാളുപരി അതൊരു ദൈവിക പദ്ധതിയാണ്. വേണമെങ്കിൽ പദ്ധതി, പ്രാർത്ഥന എന്നൊക്കെ പറയാം. ഈ പദ്ധതി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് സ്കീംസിലാണ്. നമുക്കറിയാം, സെക്കുലറായിട്ട് സംസാരിച്ചാലും എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തുന്നത് സ്കീംസ് വഴിയാണ്. എല്ലാ വിഷയങ്ങൾക്കും ഒരേ സ്കീമുണ്ടാകും. അത് ഏതെങ്കിലും ഒരു പദ്ധതി പ്രകാരമാണ് ജനങ്ങളിലേക്ക് അത് ആനുകൂല്യം എത്തുന്നത്, സ്കീംസ് വഴിയാണ്. ഉടമ്പടി ഒരു പദ്ധതിയാണ്. അതിൻ്റെ സ്കീമെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോമിസസ്സാണ്, വാഗ്ദാനമാണ്. ദൈവം നൽകിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ എക്കാലവുമുള്ള എല്ലാ ഫിസിക്കൽ ആസ് വെൽ ആസ് സ്പിരിച്വൽ നീഡ്സ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എക്കാലത്തെയും ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ് വാഗ്ദാനങ്ങളുടെ ചുമതല. അങ്ങനെ 8810 വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. അത് കാലികമായിട്ട് മനുഷ്യൻ വളരുന്നതനുസരിച്ച്, ഇപ്പോൾ നമ്മൾ AI-യിലേക്ക് പോവുകയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ലോകം, നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ സെറ്റ്സുകളെല്ലാം മാറും. ഇനി നമ്മളൊരു 10 കൊല്ലം കഴിയുമ്പോൾ ഇപ്പോഴുള്ള വിൻഡോസും എല്ലാം, ഇവൻ ഗൂഗിൾ എല്ലാം ചേഞ്ച് ആകും ചിലപ്പോൾ. എന്നിട്ട് വേറെ ഒരു മെത്തേഡിലായിരിക്കും ഇനി നമ്മൾ ജീവിക്കാൻ പോണത്. അതൊരു ഫങ്ഷനൊന്നുമല്ല, ഒരു ജീവിതമായിട്ട് തന്നെ മാറുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ കൺവേർട്ട് ചെയ്താലും അപ്പോഴും ദൈവത്തിൻ്റെ പ്രോമിസസ് അപ്ഡേറ്റ് ആയിരിക്കും. കാര്യം ഇത് കർത്താവ് അതിനെക്കുറിച്ച് കൃത്യമായി സംസാരിച്ചിരിക്കുന്നത്, ആകാശവും ഭൂമിയും കടന്നു പോയാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾക്ക് മാറ്റം വരികയില്ല. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ആരാധിച്ചിടുന്നു പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആകാശവും ഭൂമിയും കടന്നു പോയി. മത്തായി 24:35. മത്തായി 24:35. ആകാശവും ഭൂമിയും കടന്നു പോകും. ഏറ്റുപറഞ്ഞ് ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. വചനങ്ങൾ മീൻസ് കർത്താവിൻ്റെ വാക്കുകൾ. കർത്താവിൻ്റെ വാക്കുകളുടെ വിഷയം അറിയാമല്ലേ? എല്ലാ വാക്കുകളും പ്രഗ്നൻ്റാണ്, ഗർഭമുള്ള വാക്കുകളാണെല്ലാം. കാര്യം എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദാനങ്ങളുണ്ട്. അതാണ് വാഗ്ദാനം എന്ന് പറയുന്നത്, വാഗ്ദാനം. ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് പത്രവാർത്ത പോലെയുള്ള കേവല വർത്തമാനങ്ങളല്ല. എല്ലാ വാക്കിലും മനുഷ്യരാശിയുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതം മെയിൻറ്റെയിൻസ് ചെയ്യാനുള്ള ദാനങ്ങൾ വെച്ചിട്ടുണ്ട്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു മെക്കാനിസം ഈ ദാനം റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രോമിസ്, നമ്മളെ ഉടമ്പടി പുസ്തകങ്ങൾ വായിച്ച് കാണും അല്ലേ? പ്രോമിസ്, വാഗ്ദാനങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പ്രോമിസ് എന്ന് പറയും. എന്താണത്? പ്രാമിത്തരെ, ദാറ്റ് മീൻസ് ടു പുൾ ഔട്ട് ദ പ്രോമിസ്. അതായത് അതിനകത്തുള്ള ദാനങ്ങളെ വലിച്ച് പുറത്തെടുക്കാൻ പല മാർഗങ്ങളുണ്ട്. വലിച്ച് പുറത്തെടുക്കാൻ കർത്താവ് ഒരു മനുഷ്യ ജന്മത്തിന് എക്കാലത്തേക്കുള്ള ദാനങ്ങളെ അതിൽ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിനെ പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടി, വലിച്ച് പുറത്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളുണ്ട്. സാധാരണ സിമ്പിളായിട്ട് നമ്മൾ പ്രാർത്ഥന ഉപയോഗിക്കും. ഉടമ്പടി പ്രാർത്ഥന ഓൾറെഡി ഉണ്ട്. പക്ഷേ ചില ദാനങ്ങൾ പുൾ ഔട്ട് ചെയ്യാൻ, പിടിച്ച് പുറത്താക്കാൻ, വലിച്ച് പുറത്തിടാൻ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ പ്രഖ്യാപനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതൊരു ഉടമ്പടി പ്രഖ്യാപനമുണ്ട്. അതാണ് വിശ്വാസ പ്രമാണം, പ്രഖ്യാപനമാണ്. ഇനി പ്രഖ്യാപനത്തിന് ചില സമയത്ത് അതിൻ്റെ പരിമിതികളുണ്ട്. മേജറായിട്ടുള്ള പ്രോമിസസ് ആണെങ്കിൽ പ്രഖ്യാപനം കൊണ്ട് നടക്കത്തില്ല. പ്രഖ്യാപനം ഒരു അധര സേവ പോലെ വരത്തുള്ളൂ. ഹൃദയം ഒരു ഫാക്കൽറ്റിയാണ്. അധരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 ഫാക്കൽറ്റിയാണ് ഉള്ളത്. ഒന്ന് ബ്രെയിൻ അല്ലേ, ഇൻ്റലക്റ്റ്, രണ്ടാമത്തത് വിൽ. ഈ 2 ഫാക്കൽറ്റിയും എപ്പോഴും വേണ്ടത്, ഈ 2 ഫാക്കൽറ്റിയുടെയും കൺകറൻസ് വേണം നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. 2 ഫാക്കൽറ്റിയുടെയും. ഇപ്പോൾ ബുദ്ധിയിൽ നിന്ന് നിനക്ക് ലാംഗ്വേജ് ഉണ്ടാകും, അതാണ് നീ സംസാരിക്കണത്.
ബുദ്ധിയില്ലാത്തവന് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ബുദ്ധിയില്ലാത്തവർ സംസാരിക്കുന്നില്ലല്ലോ. ബുദ്ധി കുറയുന്നതനുസരിച്ചുള്ള സംസാരം കുറയും. കാര്യം എന്താ കാര്യം? അവർ ഇമോഷൻസൊക്കെ ഉണ്ടാവും, വെബ്രാളവും ഒക്കെ കാണിക്കും, പക്ഷേ സംസാരിക്കത്തില്ല. ബുദ്ധി കുറഞ്ഞാൽ സംസാരിക്കത്തില്ല. ബുദ്ധി എന്നാണ് ലാംഗ്വേജ് ഉണ്ടാകണത്, ഭാഷ ഉണ്ടാകണത്. ഭാഷ സ്പെൽ ഔട്ട് ചെയ്യണത് അധരം കൊണ്ടാണ്. അപ്പോൾ ബുദ്ധിയുടെ പ്രവർത്തനം ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഈ ദാനങ്ങൾ പുൾ ഔട്ട് ചെയ്യാൻ ബുദ്ധിയുടെ പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയാൻ പറയണത്, ഇല്ലേ? റോമർ 10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും. ഓക്കെ, ദിസ് ഈസ് 50% ഉള്ളി. അധരത്തിൻ്റെ എല്ലാം ഇപ്പോൾ പ്രാർത്ഥനയായാലും നിങ്ങൾ പറയുന്ന വിശ്വാസ പ്രഖ്യാപനമായാലും എല്ലാം അധരത്തിൻ്റെ മെക്കാനിസംസ് ആണ്. ഇതെല്ലാം ബുദ്ധി എന്ന ഒറ്റ ഫാക്കൽറ്റിയിലേ വർക്ക് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു ഫാക്കൽറ്റി ഉണ്ട്, എന്താണ്? വിൽ, മനസ്സ്. ഈ ഫാക്കൽറ്റിയിലുള്ള വിഷയം, മനസ്സിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ പറയുകയല്ല, അത് ചെയ്യുകയാണ്, എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ഇമോഷണൽ കൺവിക്ഷൻസ് കിട്ടിയില്ലെങ്കിൽ എക്സിക്യൂഷൻ ഉണ്ടാകത്തില്ല, പ്രയോഗത്തിൽ വരത്തില്ല. നമ്മൾ ആശയപരമായിട്ട് ശരിയാണ്, ആശയപരമായിട്ട് ശരിയാകാം, പക്ഷേ വൈ ഷുഡ് ഐ ഡു ഇറ്റ്? ഞാനെന്തിനത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണമെങ്കിൽ എനിക്ക് വൈകാരിക ബോധ്യം ഉണ്ടാകണം. വൈകാരിക ബോധ്യം ഈസ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ലവ്. അത് ദൈവത്തോടെ സ്നേഹം കൊണ്ട് ഒരു വ്യക്തി അനുഭവിക്കുമ്പോഴാണ് വൈകാരിക ബോധ്യം ഉണ്ടാകുന്നത്. അതൊരു വേറൊരു ഫാക്കൽറ്റിയാണ്, അത് വില്ലാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നത് നടപ്പിൽ വരുത്തുക എന്നർത്ഥം, പ്രയോഗമാണെന്ന് അർത്ഥം. ഉടമ്പടി വരണത് ഇവിടെയാണ്, പ്രയോഗത്തിലാണ് വരണത്. ഉടമ്പടി സമ്പൂർണ്ണമായി നിൽക്കുകയാണ്. ഉടമ്പടി എന്തൊക്കെ ഉണ്ട്? പ്രാർത്ഥനയുണ്ട്, ഇല്ലേ? പക്ഷേ അത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിയുടെ ഫാക്കൽറ്റി എന്ന് പറയുന്ന സംഭവമാണ്. ഉടമ്പടിയിൽ എന്തുണ്ട്? പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രഖ്യാപനം, വിശ്വാസ പ്രമാണം ചെല്ലുന്നു. അതും പക്ഷേ ബുദ്ധിയുടെ ഫാക്കൽറ്റി എന്ന് പറയുന്നതാണ്. അതിനെ കൊണ്ട് നമ്മൾ ഏറ്റു പറയുന്നു. പക്ഷേ വേറെ പ്രോബ്ലം എന്താണ്? ഉടമ്പടി വേറെ സംഭവമുണ്ട്, പ്രയോഗം. അപ്പോൾ പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം. ഈ പ്രയോഗമാണ് ഈ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്, നിങ്ങൾക്ക് പ്രഖ്യാപനമുണ്ട്, പക്ഷേ പ്രയോഗമില്ലെങ്കിൽ, കാര്യം അത് പ്രയോഗമില്ലെങ്കിൽ, മാലാഖമാരുടെ ഭാഷ അറിഞ്ഞാലും സ്നേഹം ഇല്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. പ്രയോഗമെന്ന് പറയുന്നത് ഔട്ട് ഓഫ് ലവിൽ വരണതാണ്. അത് വില്ലാണ്, അതിൻ്റെ മനസ്സാണ് അതിൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. അവിടുന്ന് വരണത് ദൈവസ്നേഹമാണ് വരണത്. ദൈവസ്നേഹമില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങനെക്ക് തന്ന വചന വാഗ്ദാനങ്ങള് ബുദ്ധിപരമായിട്ടും വൈകാരികമായിട്ടും ആന്തരിക ബോധ്യത്തോടെ നടപ്പിൽ വരാൻ ആവശ്യമായ അഭിഷേകം എനിക്ക് നൽകണമേ. നടപ്പിൽ വരുത്തുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. സന്തോഷത്തിന് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ വൈകാരികമായ അംശം അതിൻ്റെ തുണ്ട്. ആശയപരമായ ബൗദ്ധികമായ അംശമല്ലാതെ വൈകാരികമായ ഊഷ്മളമായ സ്നേഹനിർഭരമായ ഒരു അംശം ഉള്ളത് കൊണ്ടാണ് കർത്താവ് ആൾക്കാരെ എടുക്കുമ്പോൾ ഫിൽട്ടർ ചെയ്യണത്. എല്ലാവരും എടുക്കത്തില്ല, ഫിൽട്ടർ ചെയ്യും. അതുകൊണ്ട് മാർക്കോസിൻ്റെ സുവിശേഷം പറയും, കർത്താവ് ഫിൽട്ടർ ചെയ്താണ് ആൾക്കാരെ എടുക്കുന്നത്. എങ്ങനെ അരിച്ച് നോക്കിയാൽ എന്താണ്? അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ. അടാ പ്രശ്നം ഇല്ലേ? മാർക്കോസിൻ്റെ സുവിശേഷം 3:20 വായിച്ച്, 20 ആണോ? അതെ, 3:20 അല്ലല്ലോ, 3:13 വായിച്ച്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. മർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഇവിടെയാണ് പ്രോബ്ലം. ഇത് ഇസ് എ പ്രോബ്ലം, ഒരു ട്രാജിക് പ്രോബ്ലമാണ്. ഇവിടെയാണ് നമ്മൾ കയറി പറ്റാൻ നോക്കേണ്ടത്. ഇത് നമ്മൾ പരാജയപ്പെട്ട ഉടമ്പടി പരാജയപ്പെടും. കാര്യം ഈശോയുടെ മൈൻഡ് സെറ്റ് മനസ്സിലായില്ലേ? ഒരാളിൻ്റെ മൈൻഡ് മനസ്സിലാക്കിയാൽ പിന്നെ എളുപ്പമാണ് ഗെറ്റ് ത്രൂ. ഇവിടെ എന്താ പറയണത്? ആ മലമുകളിലേക്ക് കയറി. പിന്നെ എന്ത് ചെയ്ത്? അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അപ്പോഴേ ഇപ്പം വിളിയായി. ആരെ വിളിച്ചിരിക്കണത്? ഇഷ്ടപ്പെട്ടവരെ. ഇവിടെ നമ്മൾ വളരെയേറെ തന്ത്രപരമായിട്ട് സമീപിക്കേണ്ടതാണ്. ആരാണ് ഇഷ്ടപ്പെട്ടവരെ, എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, അതെല്ലാം നമ്മൾ അറിയണം. എന്നാൽ ഇതിൻ്റെ അകത്ത് വളരെ ഈ പത്മഭ്യൂഹത്തിൻ്റെ ഉള്ളിൽ കയറി പറ്റാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ
നമ്മളൊക്കെ പറയും, യേശുവിൻ്റെ തിരുഹൃദയമേ എൻ്റെ ഹൃദയത്തെയും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ, എന്തെല്ലാം തരം പ്രാർത്ഥനകളാണ് നമുക്കുള്ളത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയാതെ ഈ അതരം കൊണ്ട് ഇങ്ങനെ വൈകാരികമായിട്ട് കണ്ണീരിട്ട് കാര്യമില്ല. ഇവിടെ ഒരു ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു പ്രോസസ്സുണ്ട്. ആ ഇഷ്ടപ്പെട്ട എന്തിനാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്? 3:14 വായിച്ച്. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും. ദാറ്റ് മീൻസ് സദാഭിഷേകം. അല്ലാതെ IELTS പാസ്സായി കഴിഞ്ഞിട്ട് അത് അവിടെ പോയി ജോലിയും കിട്ടി പിന്നെ കല്യാണം കഴിച്ചിട്ട് ഗുഡ് ബൈ പറയാനല്ല, തന്നോട് കൂടി ആയിരിക്കണം. ഇത് ആദ്യമേ നിങ്ങൾ ധാരണയിലെത്തണം കർത്താവുമായിട്ട്. ഇതൊരു സീരിയസ്, അല്ലാതെ ഒരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല. ഷോർട്ട് ടൈമിലാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാര്യം കാണുമ്പോൾ ഗുഡ് ബൈ പറയാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നൊരു നിർബന്ധമില്ല. ക്ലിയർ അല്ലേ? മരം അറിഞ്ഞ് തന്നെ കൊടിയിടേണ്ടി വരും. അത് ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, എൻ്റെ കാര്യമല്ലാതെ അതിനേക്കാൾ ഉപരി അങ്ങയുടെ കാര്യം അങ്ങയോട് കൂടി ആയിരിക്കുവാൻ എനിക്ക് ആന്തരികമായ അഭിഷേകം നൽകണമേ, ആന്തരികമായ ആഗ്രഹം നൽകണമേ, എന്നെ കൂടെ നിർത്തണമേ. എല്ലാവരും അങ്ങയോട് കൂടെ ആയിരുന്നുകൊണ്ട് ഈ പാട്ടിലുണ്ടല്ലോ, ദൈവസ്നേഹമുള്ള മക്കളാണ് പാടുകയാണെങ്കിൽ കടൽ ഇരമ്പം പോലെ ഇരിക്കും. ഇവിടെ ജീവനോടെ ഈശോ എഴുന്നേണ്ടിരിക്കുമ്പോൾ അമ്മയും പിതാവായ ദൈവവും എല്ലാവരും സാന്നിധ്യം നൽകുമ്പോൾ, 10,000 മലാഖമാർ നിൽക്കുമ്പോൾ, സ്വർഗത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മളുടെ സ്തുതിപ്പെല്ലാം ഒരു കടലിരമ്പം പോലെ ആയിരിക്കണം. സ്തുതിക്കട്ടെ. ഒരുമിച്ച് പാടുക എല്ലാവരും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഒരു വിഷയമുണ്ട്. എന്താണ്? ഈശോൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഇഷ്ടപ്പെടുക. ക്ലിയർ അല്ലേ? അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഞാനിതിൻ്റെ ഒരു പൂട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി എത്രയോ പൂട്ട് കിടക്കണം. ആദ്യം ഈശോയുമായിട്ട് നിങ്ങൾ ഒരു അഭിമുഖത്തിന് സമയം കുറിച്ചാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: ഇതൊരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല, ഇതൊരു ലോങ് ടൈം പ്രോജക്റ്റാണ്. എന്താണ് അത് ആദ്യമേ എൻ്റെ മക്കൾ തീരുമാനിക്കണം. അതാദ്യമേ, അതായത് ഞാൻ എൻ്റെ ജന്മം ഇവിടെ തീരണത് വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മനസ്സുകൊണ്ട് കൊതിക്കുന്നു. എന്ന് പറഞ്ഞേ, എൻ്റെ ജന്മം ഇവിടെ തീരുവോളോ സുവിശേഷം പറയുന്ന പോലെ നിന്റെ കൂടെ ആയിരിക്കാൻ, നിനക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ കൊതിക്കുന്നു. നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ അന്തരാത്മാവിനെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. അങ്ങനെ തന്നോടുകൂടി ആയിരിക്കാൻ. പിന്നെ എന്താ, ചുമ്മാ ആയിരുന്നാൽ മതിയാ? ആയിരുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. പണ്ടത് മറിയം ആയിരുന്ന പോലെ ഇരിക്കും. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറയും. പക്ഷേ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കയ്യടിയെല്ലാം വോട്ടാക്കാൻ പറ്റിയില്ല. മറിയം പുനരുത്ഥാനം പ്രഘോഷിക്കുന്നതിൽ മറിയം പരാജയപ്പെട്ടു. മറിയം ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലേ? മേസൻ്റെ വീട്ടിൽ വെച്ച് മാർത്ത അവളെ സഹായിക്കാൻ വേണ്ടി മറിയത്തെ നിർബന്ധിക്കാൻ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ് അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദാറ്റ്സ് ഓക്കെ.
നമുക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കാം. നമ്മളത്തേക്ക് നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നതും ദൈവിക ലക്ഷ്യം പൂർത്തിയാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വെറുതെ വചനം, ചില ആൾക്കാർ വചനം 3 പ്രാവശ്യം എഴുതും, 4 പ്രാവശ്യം എഴുതും, ചിലർ വചനം മുഴുവൻ കാണാതെ പഠിക്കും. ഇതൊക്കെ എല്ലാം ചെയ്യാം, ഇതൊക്കെ ഒരു നല്ല ഭാഗം തന്നെയാണ്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണം. അടുത്ത കാര്യമുണ്ട്. അടുത്ത കാര്യം വായിച്ചേ, 3:14-15 വായിച്ചേ. മർക്കോസ് 3:14-15 വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. പ്രസംഗിക്കാൻ അയക്കുന്നതിനും. പ്രശ്നം അതാണ്. കർത്താവിനെ കൈമാറാൻ അയക്കാനാണ് അടുത്തിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് പൊട്ടും കടലും കഴിക്കാനല്ല. കൈമാറാൻ പോകേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. അല്ല യേശുവേ സ്വസ്ത്രം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതൊരു കഥയില്ല. ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. സുവിശേഷം സത്യത്തിൻ്റെ സുവിശേഷമല്ലേ. അപ്പോൾ അഭ്യാസമൊന്നും നടക്കത്തില്ല. കൈ നനയാതെ ഒന്നും മീൻ പിടിക്കാൻ പറ്റത്തില്ല. എന്താ പറഞ്ഞത്? സുവിശേഷം പറഞ്ഞ് എന്തിനാ അയക്കണം നോക്കിയേ. പ്രസംഗിക്കാൻ അയക്കുന്നതിനും. പ്രസംഗിക്കാൻ അയക്കണം വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്ദേശം കൈമാറണം. അതിനാണ്. അങ്ങനെ കൈമാറാൻ അയക്കുന്നതിന് പിന്നെ എന്തിനാണ്? പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ നിന്ന് മാറണം. കൈമാറാൻ അയച്ചാൽ പോരാ. തിന്മയുടെ ശക്തികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, സമൂഹത്തിൽ രൂപപ്പെട്ട് വരും. അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ലെന്നൊരു കാര്യമില്ല. ഇറ്റ് ഈസ് നമ്മുടെ സബ്ജക്റ്റാണ്, തിന്മകളുടെ സബ്ജക്റ്റ്. ചിലപ്പോൾ ജനാധിപത്യം ചില സമയത്ത് പ്രതിക്കൂട്ടിലാകും. ജനാധിപത്യം ഒന്ന് വീമ്പിളക്കി ഭരണത്തിൽ കയറുന്നവർ പോലും ചിലപ്പോൾ ജനാധിപത്യത്തിനെതിരെ വരും. തിന്മയുടെ ശക്തികൾ സമൂഹത്തിൽ പ്രബലപ്പെടും. അങ്ങനെ വരുമ്പോൾ നന്മയുടെ ശക്തി, സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. സത്യത്തിൻ്റെ കൂടെ നിർഭയം ആര് നിൽക്കുന്നുവോ അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അത് സുവിശേഷത്തിൻ്റെ വേലയുടെ ഭാഗമാണ്. നമുക്കെന്താ നിർഭയം നമുക്ക് സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിസ്തു ജീവിതം എന്നൊക്കെ പറയണത് ഏതെങ്കിലും മൂലയ്ക്ക് ഒന്ന് കുറച്ച് പ്രാർത്ഥിച്ച് കുറച്ച് ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് മരിച്ചു പോകണം എന്തോ സംഭവമാണെന്ന് ധരിച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോൺ സെൻസ്. നമ്മൾ എപ്പോഴും സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോഴാണ് സമൂഹത്തിൽ തിന്മ കുറഞ്ഞു വരണത്. അപ്പോൾ സത്യത്തിൻ്റെ ചേരി നിൽക്കുമ്പോൾ, നീതിയുടെ ചേരി നിൽക്കുമ്പോൾ സമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെടും, സത്യം അടയാളപ്പെടുത്തപ്പെടും. ഇപ്പോൾ നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് അടയാളപ്പെടുത്തപ്പെടാതിരിക്കുമ്പോൾ തിന്മ ചിലപ്പോൾ നന്മയുടെ ആനുകൂല്യം കൈപ്പരിച്ചുകൊണ്ട് അതൊരു വാല്യൂ സിസ്റ്റമായി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ സമൂഹം മുഴുവൻ അന്ധകാരത്തിലേക്ക് പോകും. ദൈവരാജ്യം അവിടെ വെച്ച് നഷ്ടപ്പെടും. നമ്മൾ പറയുന്ന പല ദൈവരാജ്യവും ഒരു IELTS പാസ്സാകുന്നതിലൂടെ, കാനഡയിൽ പോകുന്നതിലൂടെ തിരികെയാണ് മനുഷ്യൻ്റെ. ഇതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് മരമറിഞ്ഞ് കൊടിയിടണം. നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകണം. എന്നുവെച്ചാൽ കർത്താവിനെ കൈമാറാൻ തയ്യാറാകണം. നമ്മൾ കർത്താവിനെ കൈമാറാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവവേദന നിന്നെ ദൈവം സ്വന്തമാക്കും. ഇപ്പം നിന്നെ എന്തെങ്കിലും കൊണ്ട് ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തെ എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. നിന്നെ ചുമന്നുകൊണ്ട് നടന്നിട്ട് ദൈവത്തിന് ഒന്നും കിട്ടാനില്ല. പിന്നെ വൈഷ്ണു ദൈവം നിങ്ങൾ എന്തുകൊണ്ട് ബേറെ ചെയ്യണം? നിന്നെ ബേറെ ചെയ്യണം എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, നിന്നെ ലോകത്തിന് കൈമാറാൻ, നിന്റെ മൂല്യങ്ങളെ ലോകത്തിന് കൈമാറാൻ, ഉയർത്തിയ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, നീ ഉയർത്തിയ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, നീ കാണിച്ചു തന്ന നീതിക്ക് വേണ്ടി നിലനിൽക്കാൻ, സുവിശേഷത്തിന്റെ മൂല്യം കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണം. സുവിശേഷത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. അത്യുന്നതനീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതനീ, അത്യുന്നതനീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ, അതിശയമാ, നീ മാത്രമേ ദൈവമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു സത്യം പറയട്ടെ. അതായത് ഇന്ന് ലോകത്തിൽ ലഭ്യമായ ഏറ്റവും സമയ ചുരുക്കത്തിൻ്റെ പദ്ധതി ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഒരു സാക്ഷ്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ, അതിൻ്റെ പേരെന്താണ്, ആൻ്റണി ആൽഫിൻ്റെ ഒരു സാക്ഷ്യം കേട്ട്, പുള്ളി വിസ അടിക്കുന്ന സമയമായപ്പോഴാണ് പുള്ളിയുടെ പാസ്പോർട്ട് റിജക്റ്റായി. എന്താ കാര്യം? പാസ്പോർട്ടിൽ ആൻ്റണി എന്ന് അടിച്ചിരിക്കുകയാണ്. ആൽഫിനാണ് ആൻ്റണി. അപ്പോൾ വിസ അടിക്കാൻ പറ്റത്തില്ല. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ തുടങ്ങാപ്പോൾ ഒരു 5 ദിവസമേ ഉള്ളൂ. തെറ്റായ പാസ്പോർട്ടിൽ എങ്ങനെയാണ് ഇനി റീജിയണൽ പാസ്പോർട്ടിലേക്ക് പോയി വരണം. റീജിയണൽ പാസ്പോർട്ടിൽ പോയി അത് ആൻ്റണി ആൽഫിനെന്നാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ വരണം. ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീല് വേണം. ഇതൊന്നും 5 ദിവസം കൊണ്ട് നടക്കത്തില്ല.
പക്ഷേ ഇവൻ ഈ ഉടമ്പടി കാശുരം പിടിച്ചുകൊണ്ട് റീജിയണൽ ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് ഇത് റെക്ടിഫൈ ചെയ്യുകയും കാര്യം അത് അപ്പോൾ അവർ പറയും 14 ദിവസം വേണമെന്ന്. എൻ്റെ പ്രോസസ് ടൈം 14 ദിവസം. പാസ്പോർട്ട് തിരുത്തി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ് ടൈം 14 ദിവസമാണ്, 14 വർക്കിംഗ് ഡേയ്സാണ്. അപ്പോൾ വർക്കിംഗ് ഡേയ്സ് 14 വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ സ്വാഭാവികമായി എല്ലാം അങ്ങനെ അതിൻ്റെ നിയമം അതാണ്, അതിൻ്റെ പ്രോസസ് ടൈമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൻ്റണി ആൻ്റണി ആക്കുന്നതിന് 14 ദിവസം വേണം. പക്ഷേ ഇവൻ ഈ ഉടമ്പടി ആശീർവാദം തിരുമി മാതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിച്ച് സഞ്ചാരി മാതാവ് ഇവൻ്റെ കൂടെ പോയിട്ട് അവസാനം റീജിയണൽ ഓഫീസിൽ കറക്റ്റ് ഒരു 3 ദിവസം കൊണ്ട് സെറ്റാകും. 3 ദിവസം സെറ്റാകുമ്പോൾ ഇത് ഇനി സെൻഡ് ചെയ്യണം. അവർ കൈ തന്ന് വിടത്തില്ല. അവർ ലോക്കൽ പോസ്റ്റ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോഴിതിനിടയ്ക്ക് ശനി ഞായറും വന്ന് പണി പഠിച്ചില്ലേ, വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ശനി ഞായറുമാണ് 5 ദിവസം ഉള്ളത്. പിന്നെ തിങ്കളാഴ്ചയിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ പോകും. അപ്പോൾ ഒരു മനുഷ്യൻ ചക്രശ്വാസം വലിക്കുന്ന അവസ്ഥ കണ്ടില്ലേ. അപ്പോൾ എന്നാ ചെയ്യണേ, അവൻ അപ്പോഴും അമ്മയെ തന്നെ മുറുകെ പിടിക്കും. അമ്മ സമയത്തിൻ്റെ അമ്മയല്ലേ, സമയ ചുരുക്കത്തിൻ്റെ അമ്മയല്ലേ. അപ്പോൾ അമ്മയെ മുറുകെ പിടിച്ചിട്ട് ഇവൻ ലോക്കൽ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവരെന്താ ചെയ്യണം, അവരുടെ അടുത്ത് വരണ്ടേ ഇത്. അവിടെ നിന്ന് സീലടിച്ച് ലോക്കൽ പോസ്റ്റ് ഓഫീസ് വന്നാലല്ലേ ഇവർക്ക് സീലടിച്ചിട്ട് രജിസ്റ്റർ ചേർത്തിട്ട് ഇവർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ ഒരു മാഡം ഒരു തയ്യാറാവും, ഒരു മനസ്സിന് അവിടെ മനസ്സിന് മാതാവ് ഉണർത്തും. എന്നിട്ട് മാഡം പറയും, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയും. ഉടനെ അവരവിടുത്തെ സീലിൻ രജിസ്റ്റർ എടുത്തുകൊണ്ട് റീജിയണൽ പോസ്റ്റ് ഓഫീസായിട്ട് ഇവൻ്റെ കൂടെ ചെല്ലും. എന്നിട്ട് നേരിട്ട് റീജിയണൽ ഓഫീസിൽ നിന്ന് പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് തന്നെ ലോക്കൽ പോസ്റ്റ് ഓഫീസിൻ്റെ സീൽ വെച്ചിട്ട് അവൾ ഒപ്പിട്ടിട്ട് തിരിച്ചു കൊടുക്കും. കൈയിടിച്ച് കർത്താവ് അതിശയവാ ദൈവമെന്നും അത്ഭുതവാ അതിശയവാ നീ മാത്രമേ ദൈവമെന്നും. അപ്പോൾ ഈ 14 ദിവസമാണ് ചുരുങ്ങി വെറും 3 ദിവസമാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഇത് 14 ദിവസമാണ് ചുരുങ്ങി 3 ദിവസമായിരിക്കുന്നത്. ഈ സമയ ചുരുക്കം എപ്പോഴും ഞാൻ നിങ്ങൾ പറയും, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞത്, അല്ല ഒത്തിരി ഗുണങ്ങളുണ്ട്, അതിലൊരു ഗുണമാണ് ഈ സമയ ചുരുക്കം. പക്ഷേ എൻ്റെ മക്കൾ അറിയേണ്ടത് സമയ ചുരുക്കത്തിൻ്റെ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, എപ്പോഴാണ് സമയം ചുരുങ്ങണത്. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സമയം ചുരുങ്ങുക. ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ സമയം ചുരുങ്ങുന്നത് പാടാ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് തോന്നണത് മർക്കോസിൻ്റെ 13:20 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, ഒന്ന് പറഞ്ഞേ, കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. ഇതാണ് സത്യാവസ്ഥ. ആ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരന്ത ദിനങ്ങളെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈബിളിൽ ആ ദിവസങ്ങൾ 13:20 ദുരന്തങ്ങളെക്കുറിച്ച് പറയുകയാണ്. ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ച് പറയുകയാണ്. അപ്പോൾ ആ ദുഃഖങ്ങളെയും ക്ലേശങ്ങളെയും കഷ്ടപ്പാടിനെയും കുറിച്ചാണ് മാർക്കോസിൻ്റെ സുവിശേഷം 13:20 പറയണത്. ഈ ദുഃഖങ്ങളുടെ ദിവസം, ക്ലേശങ്ങളുടെ ദിവസം, ആധികളുടെ ദിവസം, ഉത്കണ്ഠയുടെ ദിവസം, പരവേശത്തിൻ്റെ ദിവസം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ഇവൻ്റെ പാസ്പോർട്ടിൻ്റെ വിഷയം കണ്ടില്ലേ, അവൻ ഞെട്ടിപ്പോയില്ലേ പെട്ടെന്ന്. ആൻ്റണി എന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ ചങ്ക് പറഞ്ഞു പോയി. അത് ക്ലേശങ്ങളുടെ ദിവസങ്ങളാണ്. ഈ ക്ലേശങ്ങളുടെ ദിവസങ്ങൾ എന്ത് പറ്റും, അത് ദൈവം ചുരുക്കി തരും, കുറച്ച് തരും. 14 ദിവസം ടെൻഷൻ അടിക്കേണ്ടത് 3 ദിവസമാക്കി കൊടുക്കണം. പക്ഷേ എങ്ങനെയാണ് അത് കൊടുക്കണത്? 14:21 13:21 മർക്കോസ് 13:21 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മർക്കോസ് 13:21. ഇതാ ക്രിസ്തു ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. അത് വായിച്ചോളൂ. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അപ്പൊ ആർക്ക് വേണ്ടിയാണ് കർത്താവ് ദിവസം ചുരുക്കാൻ, ടൈം ഷോർട്ട് ചെയ്യാൻ ആർക്ക് വേണ്ടിയാണ്? അതാണ് പ്രശ്നം. അത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളായി മാറണം. അതായത് വിളിക്കുക മാത്രം പോരാ, മറിച്ച് എന്താണ്, ഇപ്പം നിങ്ങൾ ക്രിസ്ത്യാനിയാകാം, ജന്മം കൊണ്ട് ക്രിസ്ത്യാനി ആയവരുണ്ടാകാം, അല്ലെങ്കിൽ ഇടക്കാലം കൊണ്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരുണ്ടാകാം. അതെല്ലാം വിളിയാണ്. വിളി വേറെ, തിരഞ്ഞെടുപ്പ് വേറെ.
1 പത്രോസിന്റെ 1:10 വായിച്ച്. വിളിയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, രണ്ട് കേസാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. 2 പത്രോസാണോ? വായിച്ചോളൂ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 പത്രോസ് 1:10. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരരെ, ആകയാൽ സഹോദരങ്ങളെ, ആകയാൽ സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിളി 2 കാര്യങ്ങളുണ്ട്. വിളിയുണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്രിസ്തീയ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു, അപ്പോൾ ക്രിസ്ത്യാനിയായി ജീവിച്ചു, അതൊരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? നമ്മളിപ്പോൾ ജ്ഞാനസ്ഥാനപ്പെടുത്തിയപ്പോൾ തന്നെ, നമ്മളെ ജ്ഞാനസ്ഥാനപ്പെടുത്തിയ തന്നെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ അവിടെ കെയർ ഓഫല്ലേ ജ്ഞാനസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മുതിർന്നപ്പോഴേ ഈ വിശ്വാസം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ജീവിച്ചപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. അത് വിളിക്കപ്പെടും. ജ്ഞാനസ്ഥാനം ഒരു വിളിയാണ്. പക്ഷെ തിരഞ്ഞെടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് നീതീകരിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുപ്പ് ചിലപ്പോൾ ചിലർ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടാകത്തുള്ളൂ. അവർ തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ പ്രമാണം ചെയ്യാം, വസ്തു പ്രമാണം ചെയ്യാം, പണം കൈമാറാം. പക്ഷേ പൊക്കൂര ചെയ്യേണ്ട വേറെ വിഷയമാണ്. പൊക്കൂര ചെയ്യണമെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി കരമടച്ചിട്ട് നമ്മുടെ പേരിൽ തണ്ടപ്പേര് പിടിച്ചിട്ട് നമ്മൾ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കണം. അപ്പോഴാണ് ഗവൺമെൻറ്, അപ്പോഴാണ് നമ്മളെ തിരഞ്ഞെടുപ്പ് പറഞ്ഞാൽ അവിടെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കേവലം ജ്ഞാനസ്ഥാനപ്പെട്ട സന്തതികളായി നമ്മൾ ജനിച്ച് മരിച്ചു പോകും. പ്രമാണമുണ്ട്, പക്ഷേ ഇത് നമുക്കറിയാമല്ലോ, ഇത് വെച്ച് ഒരു പൊടികൂരി തിന്നാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല. കാര്യം എന്താണ്? എല്ലാവരും നടക്കുന്നത് പട്ടയം ആണ്. പക്ഷേ അത് നമുക്ക് ടാക്സ് അടക്കാൻ പറ്റിയ രീതിയിൽ പറ്റുചീട്ട് ഉണ്ടാക്കിയെടുക്കണം. പറ്റുചീട്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം. നിങ്ങൾ എപ്പോഴും നിങ്ങൾ പത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ രോഗികളെ പോയി കാണുന്നു, അല്ലെങ്കിൽ പാവത്തങ്ങൾക്ക് നിങ്ങളെ സഹായിക്കുന്നു. അതെല്ലാമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് പറയണത്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന വിധമുണ്ട്. ചെയ്യുന്ന വിധം തെറ്റിപ്പോയാൽ ചെയ്യുന്ന സ്പിരിറ്റുണ്ട്. എന്താണ് അത് പറയുന്നുണ്ട് വചനത്തിൽ? എന്താണ് നിങ്ങളുടെ വിളി? ഒന്ന് വായിച്ച്. നിങ്ങളുടെ വിളിയും ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും. അപ്പോൾ കൂടുതൽ ഉത്സാഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ വിഷയം എന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കാം, പക്ഷേ അത് എൻ്റെ സ്പിരിറ്റുണ്ട്. എന്താണ്? കൂടുതൽ ഉത്സാഹത്തോടെ. അല്ലാതെ മരിച്ചവരുടെ വീട്ടിൽ ചത്തവരിയ്ക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ കൊടുത്ത് ഒപ്പിക്കത്തില്ല. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇതിപ്പോൾ എല്ലാം ഓരോ വചനം അങ്ങനെയാണ്. ഓർഡർ തമ്മാവ ആളറിയാവുന്നതാണ്. അത് നിങ്ങളിങ്ങനെ ഒപ്പിച്ചുണ്ടാക്കി ആക്കാനും വേണ്ടി ഒക്കാനിച്ചാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ദൈവം നോക്കണത് നിങ്ങളുടെ ഹൃദയമാണ് നോക്കണത്. നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടോ? അതാണ് നോക്കണത്. ദൈവസ്നേഹത്തോടെയാണ് ഇത് ചെയ്യണത്. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾ ചെയ്യണത്. ഈ ദൈവസ്നേഹത്തോടെയുള്ള സ്നേഹം തന്നെ അത് ജോലിയോടുള്ള സ്നേഹമാണോ? അത് നിങ്ങളുടെ പ്രൊഫഷനുള്ള സ്നേഹമാണോ? അത് നിങ്ങളുടെ കാര്യം കാണാൻ വേണ്ടിയുള്ള സ്നേഹമാണോ? അതെല്ലാം കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത് നീണ്ടു നിൽക്കണ ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഒരു ടൈം ബൗണ്ട് ആകരുത്. അത് നീണ്ടു നിൽക്കണമെന്ന് പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഇന്ന് അങ്ങയോട് ഞാൻ കാണിക്കുന്ന തിഷ്ണത എന്റെ ആജീവനാന്തം കാണിക്കുവാനും അത് ദൈവസ്നേഹത്തോടെയും അങ്ങയോടുള്ള ആത്മബന്ധത്തിലും ആയിരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ ജ്വലിച്ച് നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ, സ്നേഹമോർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ, സ്നേഹമോർക്കുന്നെല്ലാരും. അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തും
പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും, പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. ആത്മാവിനവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. യോഗമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. മക്കളെ, നമ്മൾ വളരെ താത്വികമായിട്ട് ഷാർപ്പ് ഷൂട്ടായിട്ടാണ് ഇത് പഠിക്കുന്നത്. ഇത് പഠിച്ചാൽ നിങ്ങൾ അലഞ്ഞ് എപ്പോഴും ആലപ്പുഴ നടക്കേണ്ട കാര്യം വരത്തില്ല. ഉടമ്പടി കറക്റ്റ് ഷാർപ്പ് ഷൂട്ട് ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ ഈ ഫോർമുല നമുക്കറിയാമല്ലോ. ഞാനൊന്നും കയ്യിൽ നിന്നിട്ട് ഒരിക്കലും പറയത്തില്ല, ഒരു കഥ പറയത്തില്ല, ഒരു സംഭവം പറയത്തില്ല, ഒന്നും പറയത്തില്ല. എല്ലാം കർത്താവിൻ്റെ വചനങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. കർത്താവിൻ്റെ വചനങ്ങളിലുള്ള ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ ആരെയാണ് ഈശോ ഇഷ്ടപ്പെട്ടത്? ഇപ്പം നമ്മൾ 3:14 വായിച്ചു, അല്ലെങ്കിൽ 3:13. എന്താണ്? അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അതല്ല പ്രശ്നം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ആരാണ്? ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് ഉത്സാഹമുള്ളത്, അത്യുത്സാഹത്തോടെ ദൈവത്തെ സ്നേഹിക്കണത്, അല്ലെങ്കിൽ നിത്യകാല മരണം വരെ ദൈവത്തെ സ്നേഹിക്കുമെന്ന് ഉറപ്പുള്ളവരെയാണ് ഈശോ ആദ്യം വിളിക്കുന്നത്. അത് നിങ്ങൾ ടെക്നിക്ക് മനസ്സിലാക്കണം. മരണം വരെ, അല്ലാതെ ഇപ്പോൾ ഒരു സീസൺ വന്നു, ഒരു പ്രശ്നം വന്നു, വസ്തു വിൽപ്പാനുണ്ടായി, അല്ലെങ്കിൽ ഒരു പശുവിനെ കച്ചവടം ചെയ്യാനുണ്ടായി, ആരെങ്കിലും എടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ഒന്ന് ഉടമ്പടി ചെയ്തേക്കാം, അങ്ങനെയുള്ള ഉടമ്പടി ക്രിസ്ത്യാനിയെ ഒന്നും വിശ്വസിക്കത്തില്ല കർത്താവ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു വിളിയാണ്, അതേക്കാൾ ഉപരി ഇതൊരു തിരഞ്ഞെടുപ്പാണ്. അതിന് 2:10 പറയണം. വിളി മാത്രമല്ല, തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? തിരഞ്ഞെടുക്കുന്നത് ഇഷ്ടപ്പെട്ടവരെയാണ്. ഇഷ്ടപ്പെട്ടത് ആരാണ്? അതായത് അവസാനം വരെ തൻ്റെ കൂടെ ആയിരിക്കുമെന്ന് ഈശോക്ക് ഉറപ്പുള്ളവരെയാണ്. അവസാനം വരെ ആയിരിക്കുന്നത് എന്തിനാണ്? ചുമ്മായല്ല, സുവിശേഷം കൈമാറണം. അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സുവിശേഷം കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ, സുവിശേഷം അതായത് യേശുവിനെ മറ്റ് വ്യക്തികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ പറയും പോപ്പാണെങ്കിലും രാജിവെച്ച് പോകാൻ പറയും. അതാണ് പ്രശ്നം. വേറെ ഒന്നുമില്ല, വേറെ മാർഗ്ഗമൊന്നുമില്ല. സുവിശേഷം കൈമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരായിട്ടും കാര്യമില്ല. അതൊക്കെ വെറും ഒരു ഫംഗ്ഷൻ മാത്രമായി പോകും. മറിച്ച് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് സുവിശേഷ കൈമാറ്റമാണ്. അത് ക്രിസ്തുവിനെ കണ്ണടച്ച് ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് എന്ത് എളുപ്പമാണ് സുവിശേഷം കൈമാറാൻ. കൃപാസനം പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുന്ന എത്രയോ പേരാണ് ആ പത്രം വായിച്ചിട്ട് കർത്താവിനെ തിരക്കി വരണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞുനാൾ മുതൽ, ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ കാലം മുതൽ തന്നെ അത് കൈമാറണം എന്നുള്ള മനസ്സിൽ എപ്പോഴും ഉണ്ട്. കാര്യം 6ാം ക്ലാസ് വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് വൊക്കേഷൻ ക്യാമ്പ് കേൾക്കണത്. കാര്യം ഈ ദൈവവിളിക്ക് വേണ്ടി ഞങ്ങളുടെ സ്കൂളിലെ അച്ഛന്മാർ വരുമ്പോൾ അവർ പറയണതാണ്, നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ആ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മരിയൻ പെരേര, ഞങ്ങളുടെ രൂപതയിൽ. അപ്പോൾ അദ്ദേഹം ബോർഡെ കൊണ്ടൊന്ന് എഴുതിയിട്ട്, ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിൽ ബോർഡെ കൊണ്ടൊന്ന് എഴുതിയിരിക്കണം ഞാൻ കാണുന്നുണ്ട്. ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കുക. 9ാം ക്ലാസ്സിൽ ഈ മനുഷ്യൻ വരും. പിന്നെ IMS യേശുദാസ് അച്ഛൻ വരും. ഇവരൊക്കെ എന്താ പറയുന്നത്? വിളവധികമാണ്, വിലക്കാരെ ചുരുക്കം. സത്യം പറയാം, ഈ 2 വചനങ്ങളാണ് ഞാൻ 6ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും കേട്ടത്. ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട്. ഞാൻ ഇന്ന് സെമാരി വെച്ച് സെമാരി ചെല്ലുമ്പോൾ എനിക്കൊരു കുഞ്ഞു പുസ്തകം ഉണ്ടായി. കാര്യം പഴയ പുസ്തകങ്ങളുടെ എല്ലാം അവസാനത്തെ പേജ് കീറി എടുത്തിട്ട് തുന്നിക്കെട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പുസ്തകമാണ് കുഞ്ഞു പുസ്തകം. കാര്യം ഒരു പുസ്തകം മേടിക്കണ്ടേ, അപ്പോൾ അതിന് പൈസ വേണ്ടേ. അതിന് പകരം ബാക്കിയുള്ള പേജൊക്കെ അവസാനം എഴുതാത്ത പേജെല്ലാം കീറി എടുത്തിട്ട് കുത്തി കെട്ടിയിട്ട് സ്വന്തമായിട്ട് പുസ്തകം ഉണ്ടാക്കും. അതിനെ മുഴുവനും എഴുതി വെക്കണത് വിളവധികം വേലക്കാർ ചുരുക്കമെന്നാണ്. അത് മുഴുവനും അന്ന് കാലത്ത് ഞാൻ ചിന്തിച്ചിരുന്ന കാര്യം അതാണ്. അന്ന് മുതലേ കർത്താവ് എനിക്ക് ശ്വാസം പോലെ തന്നാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് നിങ്ങളോട് ഞാൻ അത് തന്നെ പറയണത്, എൻ്റെ മക്കൾ, അതാണ് സത്യം. അതായത് നിങ്ങൾ ജീവിതം കൊണ്ട് ഈശ്വരനെ കൈമാറാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെടും. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തിനാണ് തിരഞ്ഞെടുക്കണത്. കേവലമായ ഒരു തിരഞ്ഞെടുപ്പുമില്ല. തിരഞ്ഞെടുപ്പ് എല്ലാം ഫലം പുറപ്പെടുവിക്കാനുള്ളതാണ്. അതിപ്പോൾ നമ്മൾ മർക്കോസിൻ്റെ 15-16 എടുത്ത്, അല്ല മർക്കോസ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ പാടി വാഴ്ത്തുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഒരുമിച്ച് പാടുക. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഒരുമിച്ച് പാടുക, സന്തോഷത്തോടെ കൈയടിച്ച് പാടുക. പാടി വാഴ്ത്തുന്നെല്ലാരും, പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. സന്തോഷത്തോടെ പാടി വാഴ്ത്തുന്നെല്ലാരും, പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. ആ വേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. അവദാനമാകും
സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയരേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. വായിച്ചോളൂ. യോഹന്നാൻ 15:16. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. എന്താ പറയണത്? നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. അപ്പൊ എന്റെ അർത്ഥം, നമ്മൾ എന്തെങ്കിലും ഗിമിക്ക് കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പുള്ളിക്കാരനാണ് തിരഞ്ഞെടുക്കണത്, നമുക്കിവിടെ ഒന്നും ചെയ്യാനില്ലേ. ഇത് മർക്കട ന്യായം പോലെയാ. ഭാരത മീമാംസകളിലെ മർക്കട ന്യായമുണ്ട്, മാർജാര ന്യായമുണ്ട്. അപ്പോൾ മർക്കട ന്യായം എന്ന് പറയുമ്പോൾ, കുരങ്ങിൻ്റെ കുഞ്ഞ് എന്നെ കുരങ്ങ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കുരങ്ങിൻ്റെ തള്ളക്കുരങ്ങിൻ്റെ മുതുകത്ത് ഈ കുഞ്ഞു കുരങ്ങ് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണം. അപ്പോൾ അവിടെ പിടിച്ചിരുന്നില്ലെങ്കിൽ തള്ളക്കുരങ്ങ് ചാടുമ്പോൾ കുഞ്ഞ് തെറിച്ചു പോകും. അവിടെയാണ് കുഞ്ഞിനെ ഒരു റോളുണ്ട്. പക്ഷേ പൂച്ച മർക്കട ന്യായം, മാർജാര ന്യായം എന്താ? പൂച്ച കുഞ്ഞിനെ കൊണ്ടുപോകണമാണ്. അവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല അല്ലേ. മറ്റേ പുറത്തേക്ക് പൂച്ച കയറണം എങ്ങനെയാണ്? കുഞ്ഞു കൊച്ചിനെ കടിച്ചോണ്ട് കയറും. അതിങ്ങനെ ഇങ്ങനെ ചോദിച്ചാൽ പോലെ കിടക്കേ ഉള്ളൂ. അവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല. അതുപോലെയാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത്. ഇവിടെ കുഞ്ഞിനൊന്നും ചെയ്യാനില്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് ഒരു സീരിയസ് വെല്ലുവിളിയാണ്, ഒരു ചാലഞ്ചാണ്. അത് നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, എൻ്റെ കർത്താവേ, എൻ്റെ കഴിവിനേക്കാൾ ഉപരി നിന്റെ കൃപയിലാണ് എൻ്റെ ദൈവവിളിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നാൽ ആകർഷിക്കപ്പെടാൻ എനിക്ക് ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ഒരുമിച്ച് പാടണം, പാടി വാഴ്ത്തുന്നു. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയരേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നു. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയരേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. ആത്മാവിൻ അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ വിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ നിൻ സ്നേഹമോർക്കുന്നെല്ലാരും. അടുത്ത വചനം വായിച്ച് 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ പെടാനുള്ള മാർഗമുണ്ട്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ നമ്മളെ പെടാനും ദൈവത്താൽ ആകർഷിക്കപ്പെടാനുള്ള മാർഗം എന്താണ്? വായിച്ചോളൂ. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. രണ്ട് കാര്യമാണ്. ഒന്നെന്താണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം. പിന്നെന്താണ്? നിങ്ങളുടെ ഫലം നിലനിൽക്കണം. അപ്പം നിലനിൽക്കുന്ന ഫലമാണെന്ന് ഫലം പുറപ്പെടുവിക്കുമെന്ന് കണ്ടാൽ, ആ ഫലം നിലനിൽക്കുന്നതാണെന്ന് കണ്ടാൽ തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അല്ല, സീസണലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാവരും അനുവർത്തിക്കുന്ന സീസണൽ സ്പിരിച്വാലിറ്റിയാണേ. ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രാർത്ഥനാ പദ്ധതി ഉണ്ടായി, അത് പ്രാർത്ഥനയും സാക്ഷ്യം പറഞ്ഞ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. അത് ഇഷ്യൂ ബേസ്ഡാണ്. പക്ഷെ അത് നിലനിൽക്കണില്ല. അവിടെ പ്രശ്നം. തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ രണ്ട് ക്വാളിറ്റി വേണം. എന്താണ്? നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കണം. ഫലം ഉണ്ടാകുന്ന ആൾക്കാരായിരിക്കണം. ഫലം പുറപ്പെടുവിക്കണം. പിന്നെ എന്താണ്? ഫലം നിലനിൽക്കണം. എന്ന് വെച്ചാൽ അത് ഈ രണ്ട് കാര്യം, ഫലം പുറപ്പെടുവിക്കണം, പിന്നെ എന്താ ഒന്ന് പറഞ്ഞേ? ഫലം പുറപ്പെടുവിക്കണം. രണ്ടാമത്തെ എന്താണ്? ഫലം നിലനിൽക്കണം. നിങ്ങൾ ഈ നിലനിൽക്കുന്ന ഫലമാണ് പുറപ്പെടുവിക്കുന്ന ആൾക്കാരാണെങ്കിലും, നിങ്ങൾ 45 വയസ്സ് കഴിഞ്ഞാലും 50 വയസ്സ് കഴിഞ്ഞാലും 60 വയസ്സ് കഴിഞ്ഞാലും ഒക്കെ കർത്താവിൻ്റെ കൃപയിൽ കർത്താവിന് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുമെന്ന് എങ്ങാനും ദൈവത്തിന് മനസ്സിലായാൽ പിന്നെ
ഈ തിരഞ്ഞെടുപ്പ് പെട്ടെന്നാവും. തിരഞ്ഞെടുപ്പ് പെട്ടെന്നാക്കുക. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എന്നെ നീ തിരഞ്ഞെടുക്കണമേ, എന്നെ ഫലം പ്രാപിക്കുന്ന ഫലം കായ്ക്കുന്ന വൃക്ഷമായി മാറ്റണമേ, ഫലം നിലനിൽക്കുന്ന സൃഷ്ടിയായി മാറ്റണമേ. രണ്ട് കാര്യവും പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം ഉടമ്പടിയോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്താണ്? സമയച്ചുരുക്കത്തിൻ്റെ സംഭവമാണ് ഇതെല്ലാം. സമയച്ചുരുക്കം ആർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കണത്? സമയച്ചുരുക്കം ആർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് അത് 13:20 വായിച്ച ഒന്നൊരു മർക്കോസ് സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, പറഞ്ഞ കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അപ്പൊ സമയം ചുരുക്കണത് ദൈവത്തിന്റെ പ്രഖ്യാപിതമായ നയപരിപാടിയാണ്. ആ നയപരിപാടിയിലുള്ളതാണ്. സമയം ചുരുക്കി കൊടുക്കും ആർക്കായാലും. പക്ഷേ സമയം ചുരുക്കാൻ എളുപ്പം എന്താണ്? തിരഞ്ഞെടുക്കപ്പെടുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി സമയം ചുരുക്കും. ആരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. എന്ത് ഫലമാണ്? നിലനിൽക്കുന്ന ഫലം. നിലനിൽക്കുന്ന ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയോളം നിലനിൽക്കുന്ന ഫലം. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ, സ്നേഹമോർക്കുന്നെല്ലാരും. ആത്മാവിൻ അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ പുഴുനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ, സ്നേഹമോർക്കുന്നെല്ലാരും. നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തെ ബോണിയമ്മിൻ്റെ ബൈ ദ റിവേഴ്സ് ബാബിലോൺ ഭയങ്കര കത്തി നിൽക്കുന്ന കാലമായിരുന്നു. അപ്പോൾ ഞാൻ ആ കാലങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്നത് 87-ാമത്തെ സങ്കീർത്തനമാണ്. അതിപ്പോൾ വായിച്ചാലും നമുക്ക് ഫീലാകും. കാര്യം ബാബിലോൺ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് ഞങ്ങൾ പാടി. അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾ സിയോനെക്കുറിച്ച് പാടാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓ സിയോൻ. കാര്യം ഇവരെ ജെറുസലേമിൽ നിന്ന് ക്യാപ്റ്റിവിറ്റിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബാബിലോണിലെ ഇറാഖിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബാബിലോൺ നദിയുടെ തീരത്ത് ഇരുന്നുകൊണ്ട് ഇവർ സിയോനെ ഓർത്ത് വിലപിക്കണ കാലമാണ്. അപ്പോഴാണ് പറയുന്നത്, ഓ സിയോൻ, നിന്നെക്കുറിച്ച് ഓർത്തില്ലെങ്കിൽ ഞങ്ങളുടെ നാവുകളെ ഞങ്ങളുടെ കണ്ടത്തിൽ ഒട്ടിച്ചേർന്ന് കൊള്ളട്ടെ. അപ്പോൾ ഞങ്ങളുടെ അലരികൾ, അവിടുത്തെ അലരികൾ മരങ്ങളിൽ ഞങ്ങളുടെ കിന്നരനാദങ്ങൾ നിങ്ങൾ തൂക്കിയിട്ടിടുന്നു. എന്നിട്ട് ഈ കാറ്റിവിൽ കിടക്കുന്ന മനുഷ്യരെ, അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അവിടെ ചങ്ങല കിലുക്കി സിയോനെക്കുറിച്ച് കൊണ്ടും ഈ ദൈവത്തെക്കുറിച്ച് കൊണ്ടും പാടും. എൻ്റെ ദൈവവേദനയിലെ വേദനയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടാണിത്. എന്താണ്? ഞങ്ങളെ പാടി ആർക്കും അലരികളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിക്കൊണ്ട് ലോകമാകുന്ന ഈ ബാബിലോണിൻ്റെ കരയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ അങ്ങയെ ഓർത്ത് പാടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യാശയുടെ പാട്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ വിലങ്ങുകൾ ഒടിഞ്ഞു വീഴും. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമിയിലേക്ക്, വാഗ്ദാന ഭൂമിയിലേക്ക് കൊണ്ടുപോകും. കൈയിട്ടിച്ച് കർത്താവ് പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ, സ്നേഹമോർക്കുന്നെല്ലാരും. ആത്മാവിൻ അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ വിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ, സ്നേഹമോർക്കുന്നെല്ലാരും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതായത് ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഉണ്ടായിരുന്നു.
ജെസ്സി അഗസ്റ്റിൻ്റെ ഇന്നലെ ഉണ്ടായിരുന്നു സാർ. അവർ പാലക്കാരിയാണ്. ഇപ്പോൾ ഒരു ഒമാൻ ഹോസ്പിറ്റലിൽ താമസിക്കുക. ഒമാൻ ഹോസ്പിറ്റലിൽ അവർ നേഴ്സിംഗ് സൂപ്പറുണ്ട്. ഇവർ കർത്താവിനാൽ സെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യം ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. നമ്മുടെ ടോക്ക് എന്താ? തിരഞ്ഞെടുക്കപ്പെട്ടവർ. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങളെ പോയി ഫലം പ്രഭവിക്കാനും നിങ്ങളുടെ ഫലം നിലനിൽക്കാനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നിയോഗത്തെക്കുറിച്ച് അവർക്കൊരു അഭിഷേകം കിട്ടി. കർത്താവാണ് എന്നെ നിയോഗിച്ചത്. ഉടമ്പടി കാലത്ത് ഉടമ്പടി സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒത്തിരി പേർക്ക് നിയോഗം കിട്ടണുണ്ട്. ശക്തമായ നിയോഗം. ഈ നിയോഗം കിട്ടിയതിന് ശേഷം അവർ എല്ലായിടത്തും പറന്ന് വെട്ടി. എനിക്ക് തോന്നുന്നത് കരിസ്മാറ്റിക് യുഗത്തിനേക്കാൾ ശക്തമായ രീതിയിൽ ഉടമ്പടി യുഗത്തിൽ നിയോഗങ്ങൾ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കർത്താവിൽ നിന്ന്. കാര്യം അവർക്ക് പ്രവർത്തിക്കാൻ കയ്യിലുണ്ട്. എന്തെല്ലാം ഉണ്ട് കയ്യിൽ പ്രവർത്തിക്കാൻ? ഉടമ്പടി ഉപ്പുണ്ട്. എന്തെല്ലാം ആയുധങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഉടമ്പടി ഉപ്പുണ്ട് അല്ലേ? ഉടമ്പടി കാശിരൂപമുണ്ട് അല്ലേ? ഉടമ്പടി തൈലമുണ്ട്. അപ്പോൾ ഇതെല്ലാം ആയുധങ്ങളാണ്. എന്തിനുള്ള ആയുധങ്ങളാണ്? ക്രിസ്തുവിൻ്റെ ലോകത്തിന് കൈമാറാൻ വേണ്ടിയുള്ള ആയുധങ്ങളാണ്. ഇത് കൈമാറാനുള്ള നിയോഗം കിട്ടിയാൽ പിന്നെ നിങ്ങൾ അത്യുത്സാഹം കാണിക്കണം. ഇപ്പോൾ ജെസ്സി അഗസ്റ്റിൻ്റെ സാക്ഷ്യം എന്താൽ, ഇവർ ഒമാനിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഫസ്റ്റ് റൗണ്ട് വിസിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു കുട്ടി കാഴ്ചയില്ലാണ്ടിരിക്കുകയാണ്. എന്തോ സംഭവം എറി കൊണ്ടാണെന്ന് തോന്നുന്നത്. കണ്ണിൻ്റെ കാഴ്ച പോയി. 6/6 കാഴ്ച എന്ന് അവർ ടെക്നിക്കലായിട്ട് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ കണ്ണിന് 6 കാഴ്ചകൾ കറക്റ്റാകുമ്പോഴാണ് ഫുൾ കാഴ്ച നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവന് ഒരു കാഴ്ചയില്ലാതെ ഇങ്ങനെ അന്ധനായിരിക്കുകയാണ്. അവർ പയ്യൻസാ. അവൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവർ മുസ്ലിം ലേഡിയാണ്. പക്ഷേ ഈ നേഴ്സ് ജെസ്സി അഗസ്റ്റിൻ ഈ കുഞ്ഞിനെ കാണുമ്പോൾ പറയും, ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നാ ഭാഷയിലാണ്? ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എന്ത് ചോദിക്കും? അറബിയിലോ എന്ന് ചോദിക്കും. അപ്പോൾ ജെസ്സി അഗസ്റ്റിൻ പറയും, ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും കേൾക്കണ ഒരാളാണെന്ന് പറയും. അതാണ് അവർക്ക് ആ സമയത്ത് അവരുടെ ഡയലോഗ് ഭയങ്കര രസമാണ്. അതായത് അവർക്ക് തന്നെ അറിയത്തില്ല ഇതെങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കണമെന്ന്. ഇപ്പോൾ അവർക്ക് ബോധ്യം കിട്ടിയപ്പോൾ ഉടനെ ഇവർ പ്രാർത്ഥിച്ചാൽ ശരിയാകുമെന്ന് ഒരു ബോധ്യം ആ ഒമാൻ കാര്യത്തേക്ക് കിട്ടി. ഉടനെ പറഞ്ഞു, ഓക്കെ യു പ്രേ എന്ന് പറയും. ഇവരങ്ങനെ അവിടെ ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് പ്രേയർ ചെയ്യും. പ്രേയർ ചെയ്തിട്ട് ഉടമ്പടി തൈലം എടുത്ത് കുഞ്ഞിൻ്റെ നെറ്റി കുരിച്ച് വരച്ച് കണ്ണിലും പെരട്ടിയിട്ട് പിറ്റേ ദിവസം അവിടെ കൂടി വരുമ്പോൾ ഈ കുഞ്ഞ് ഒരിക്കലും കാണാത്ത പോലെ മുമ്പത്തേക്കാൾ തെളിച്ചം കിട്ടും. പിന്നെ അവർ ഫോളോ അപ്പ് ചെയ്യും. അതിനെ പുറകെ ഫോളോ അപ്പ് ചെയ്ത് പിറ്റേ ദിവസം പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ കുഞ്ഞെ കാഴ്ച പ്രാപിച്ച് വീട്ടിലോട്ട് പോകും. പിന്നെ ഇവർ ഫോളോ അപ്പ് വീട്ടിലോട്ട് വിളിക്കുമ്പോൾ ചോദിക്കും, പാടി വാഴ്ത്തുന്നു. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ നിന്റെ ശക്തി പ്രകടമാക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർത്തുന്നെല്ലാരും സന്തോഷത്തോടെ പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും ആത്മാവിനാലവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ തുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. പിറ്റേ ദിവസം ഇവർക്ക് നിയോഗം കിട്ടിയിരിക്കണമല്ലോ. പിറ്റേ ദിവസം ഇതുപോലെ ഇവർ രോഗിയെ കണ്ടുമുട്ടും. റുക്കിയ എന്ന് പറഞ്ഞൊരു ഇതുപോലെ തന്നെ റൊമാൻ ലേഡിയെ കുഞ്ഞിനെ കാണും. ആ കുഞ്ഞിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെന്റിലേറ്റർ പോലെ ഈ കുഞ്ഞിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂമോണിയ കയറിയിട്ട് പതിര ബ്ലോക്കായിട്ട് കാർബൺ ഡയോക്സൈഡ് 100-120% കൂടി. അപ്പോൾ വെന്റിലേറ്റർ ഇവരെ റിജക്റ്റ് ചെയ്യുന്നു. വെന്റിലേറ്ററിലാണല്ലോ അവസാന അഭയം, കൃത്രിമ ശ്വാസം കൊടുക്കണം. വെന്റിലേറ്റർ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള അപ്പോഴും ജെസ്സി അഗസ്റ്റിന് തോന്നി ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഉടനെ അവരോട് ചോദിച്ച്, ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഉടമ്പടിയുടെ റേഞ്ച് പോണ പോക്ക് കണ്ടില്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യമൊക്കെ പറഞ്ഞിരുന്ന കേട്ടോ. കർത്താവിനെ കൈമാറാൻ തയ്യാറായി മാത്രമേ തിരഞ്ഞെടുക്കപ്പെടത്തുള്ളൂ.
തിരഞ്ഞെടുത്താൽ പിന്നെ അത് നിത്യമായ തിരഞ്ഞെടുപ്പായിരിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ കർത്താവേ നിന്നെ ലോകത്തിന് കൈമാറാൻ നിന്നെ ലോകത്തിന് കൈമാറാൻ കിട്ടുന്ന ഒരു അവസരവും നഷ്ടപ്പെടുത്താതെ പൊതു പൗരോഹിത്യത്തിലേക്ക് എന്നെ പുതു അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയരേ സ്നേഹമോർക്കുന്നെല്ലാരും സന്തോഷത്തോടെ പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയരേ സ്നേഹമോർക്കുന്നെല്ലാരും ആത്മാവിൻ അലറിൽ അവദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. എന്തൊരു മനോഹരമാണ് ഈ ഗാനം. ലോകമാകും ബാബിലോണിൻ പുഴയോരത്ത്, മിഴിനീരിൻ പുഴയോരത്ത്. ഈ ലോകത്തിലെ, അതായത് ദൈവത്തെ അറിയാത്ത ഈ ലോകത്ത്, ബാബിലോൺ അതാണല്ലോ, ദൈവത്തെ അറിയാത്ത ഈ ലോകത്ത് നമ്മുടെ ദുഃഖങ്ങളുടെയും കണ്ണുനീരിൻ്റെയും പുഴയോരത്ത് ഇരുന്നു കൊണ്ട് കർത്താവേ ഞാൻ നിന്റെ സ്തുതി പാടുവെന്ന് കൈയിട്ടിച്ച് കർത്താവ് ചുടലിൽ ലോകമാകും ബാബിലോണിൽ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടിടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. ഇനി ഉടമ്പടിയുടെ ഒരു പുതിയ ലോകമാണ് വരണത്. ഇത്രയും നാൾ നമ്മൾ ചെയ്ത ഉടമ്പടിയല്ല ഇനി വരാൻ പോണത്. ഇനി വരാൻ പോകുന്നത് പൊതു പൗരോഹിത്യത്തിൻ്റെ ഒരു കാലമാണ്. പൊതു പൗരോഹിത്യം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ജെസ്സി അഗസ്റ്റിൻ നിർവഹിക്കുന്നത് പൊതു പൗരോഹിത്യമാണ്. അതായത് ഈ വെന്റിലേറ്റർ റിജക്റ്റ് ചെയ്യുന്ന കുഞ്ഞിനെ ഡോക്ടർമാർ പോലും ചിലപ്പോൾ അതിനെ മരിക്കാൻ വിട്ടേക്കും. ഡോക്ടർമാർ പോലും. കാര്യം എന്താ? കാർബൺ ഡയോക്സൈഡ് 120%. എന്നിട്ട് ഇവർ പറയും, ഇവർ ഉടമ്പടി തൈലം പൂശിയിട്ട് ജെസ്സി അഗസ്റ്റിൻ ഈ കുഞ്ഞിൻ്റെ നെറ്റിയിലും നെഞ്ചിലും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് അവരോട് പറയും, ഉച്ചയ്ക്ക് ഇതിൻ്റെ കാർബൺ, അതിന് പ്രത്യേക ടെക്നിക്കൽ ടൈമാണ് പറയുന്നത്, ഇതിൻ്റെ കാർബൺ ഒന്ന് പരിശോധിക്കണമെന്ന് അവരോട് പറയും. ABG പരിശോധിക്കാൻ പറയും. ABG പരിശോധിക്കാൻ പറയുമ്പോൾ അത് 65% കുറയും. പിന്നെയും ഇവർ പ്രാർത്ഥിക്കും. അപ്പോഴേ ഉടമ്പടി തൈലം പൂശി വീണ്ടും പ്രാർത്ഥിക്കും. അപ്പോഴേ വീണ്ടും അത് 39% കോമൺ ആയിട്ട് മാറും സാധാരണ മനുഷ്യർക്ക്. ഹല്ലേലൂയ 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 പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. അതായത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്നെ നമ്മൾക്ക് ഈ വിശ്വാസം നൽകിയപ്പോഴേ അവൻ അതിൻ്റെ കൂടെ നിനക്ക് തന്നിരിക്കണുണ്ട് പൊതു കോമൺ പ്രീസ്റ്റ്ഹുഡ്. കോമൺ പ്രീസ്റ്റ്ഹുഡ് വെച്ചാൽ ഞാൻ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ കർത്താവിനെ കൈമാറാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന ബോധ്യത്തിൽ നീ കർത്താവിൻ്റെ മിഷൻ ഏറ്റെടുത്താൽ കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? നീ ഫലം പുറപ്പെടുവിക്കപ്പെടും. നമുക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് 1 പത്രോസിന്റെ 5-9 വായിച്ച ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 പത്രോസ് 5:9 വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുവിൻ. വായിച്ചോളൂ. 2 പത്രോസ് 9 5-9. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 1 പത്രോസ് 9 ശ്രുതികട്ടെ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 2:9 എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും തിരഞ്ഞെടുപ്പ് കണ്ട. എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കിയേ?
എന്ന് പറഞ്ഞ എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അപ്പോൾ അവർ വിരുന്നുകാരല്ല, ദൈവത്തിന്റെ വീട്ടുകാരാണ്, സ്വന്തപ്പെട്ടവരല്ലേ. ഈ സ്വന്തപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യണത്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങളാണെന്ന് എപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാകും. മനസ്സിലായ? അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെടും. ഇന്നലെ ഒരു വെളിപാടുണ്ടായി. വാട്ട് ഈസ് ഹോളിനെസ്, എന്താണ് സാങ്ക്ടിറ്റി, എന്താണ് വിശുദ്ധി. അപ്പോൾ ഇന്നലെ ടോക്ക് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞത് വിശുദ്ധി എന്ന് പറയണത് പാപത്തിന് പരിഹാരം ചെയ്ത ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതം കൊണ്ടുള്ള ഐക്യദാർഢ്യമാണ് വിശുദ്ധി എന്ന്. കൈയിട്ടിച്ച് കർത്താവിനെ യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടതെന്ന് നീ വിശ്വസിക്കുകയും പാപത്തെ നീ ഒഴിവാക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാൽ നീ ക്രിസ്തുവിൻ്റെ സ്വന്തമാകും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരുമെന്നാണ് കർത്താവിൻ്റെ വചനം വിശ്വാസി വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോമ 1:6 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. റോമ 1:6 യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അതായത് മനുഷ്യന് ഒറ്റ വിളിയേ ഉള്ളൂ. നമ്മുടെ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദ കോൾ ആൻഡ് സെലക്ഷൻ അല്ലേ. വിളിയും തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയണത്. പക്ഷേ വിളി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാനുള്ള വിളിയാണ്. അല്ലാതെ മീൻകാരൻ വിളിക്കണ പോലെ അല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ വിളിക്കണ പോലെ ഫോണിൽ വിളിക്കണ പോലെ അല്ല. ഇതൊരു കോൾ ടു ഇൻറ്റിമസിയാണ്. അതായത് കോൾ ടു ഓൺനെസ് ആണ്. അതായത് യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ പ്രാർത്ഥിക്കുക. കർത്താവേ വിശ്വാസത്തിൽ അങ്ങയുടെ പീഡാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തില് പാപത്തെ വെറുത്ത് മറ്റു മനുഷ്യരിലെ വിശുദ്ധിക്ക് വേണ്ടി അങ്ങയുടെ നാമത്തെ കൈമാറാൻ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കി നിന്റെ ഉടമ്പടിയിലൂടെ നിന്റെ സ്വന്തമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, നന്ദി, യേശുവേ നന്ദി, ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. അതായത് 1 പത്രോസിന്റെ 2:9 നമ്മൾ വായിച്ചതാണ്. വിളി എന്താണ്? യേശുക്രിസ്തുവിനെ സ്വന്തമാകാൻ വിളിയാണ്. ആ വിളിയിലൂടെ എന്താണ്? റോമ 1:6 അനുസരിച്ച് സ്വന്തമാകാൻ വിളിയാണ്. പക്ഷേ 1 പത്രോസ് 2:9 അനുസരിച്ച് കൊണ്ട് രാജകീയ പൗരോഹിത്യത്തിലേക്ക് വിളിയാണ്. നമ്മളെ വിശ്വാസം സ്വീകരിക്കുന്നവർ കൂടി ക്രിസ്തുവിനെ സ്വന്തമാകുകയും ക്രിസ്തുവിനെ ലോകത്ത് കൈമാറാൻ വേണ്ടി പൗരോഹിത്യ അഭിഷേകം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡാണ്, ശുശ്രൂഷ പൗരോഹിത്യം. നിങ്ങൾക്ക് എന്താ? പൊതു പൗരോഹിത്യമാണ്. അപ്പോൾ ഈ പൊതു പൗരോഹിത്യം ആക്ടിവേറ്റ് ആകണം എപ്പോഴാണ്? ഇപ്പോൾ ജെസ്സി, ഞാൻ എന്തോ ഇത് പറയാൻ കാര്യം, ആ നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ സാക്ഷ്യങ്ങളാണ് ജെസ്സി അഗസ്റ്റിനല്ലേ. അത് പൊതു പൗരോഹിത്യം അവർ ചെയ്തിരിക്കണത്. കാര്യം അവരതിനെ ഫോളോ അപ്പ് ചെയ്യുന്നു. അവരെ ക്രിസ്തുവിനെ കൊടുക്കാനൊരു പഴുത് കണ്ടാൽ വിശ്വാസത്തോടെ അവർ കൊടുക്കാൻ തയ്യാറാകുന്നു. അത് ഏത് രാജ്യത്തായാലും ശരി, ഏത് പ്രതികൂല സാഹചര്യങ്ങളായാലും ശരി, വർദ്ധിച്ച ആധ്യാത്മിക അഭിഷേകത്തോടു കൂടി അവർ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ ക്രിസ്തു അതിന് ഉത്തരം കൊടുക്കുകയും താൻ ജീവിക്കുന്നതിന് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയാക്കിക്കൊണ്ട് അതുങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന കൈയിട്ടിച്ച് കർത്താൻ പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ സ്നേഹമോർക്കുന്നെല്ലാരും. പൊതു പൗരോഹിത്യത്തെക്കുറിച്ച് ഇനി സംസാരിക്കുന്നത് വചന അവസാനം വരെ സംസാരിക്കുന്നുണ്ടേ. അൽമയർക്കുള്ള വിശ്വാസികൾക്കുള്ള പൊതു പൗരോഹിത്യ ശുശ്രൂഷ ഉടമ്പടി ഏറ്റവും ശക്തമായ രീതിയിൽ ലോകത്തിലെ ദൈവത്തിനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 1:6 വായിച്ചോളൂ, ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെളിപാട് 1:6 വെളിപാട് 1:6 നമ്മെ സ്നേഹിക്കുകയും പറഞ്ഞ നമ്മെ സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്ത ദൈവത്തിന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബൈ ഫെയ്ത്ത് വി ആർ ഓൾ പ്രീസ്റ്റ്. മനസ്സിലായില്ലേ? ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ നമുക്ക് പങ്കാളിയായി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തുവിൻ്റെ പരിചാരകരായി മാറുകയും സുവിശേഷത്തിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മളുടെ പ്രാർത്ഥനകളിലൂടെ, നമ്മുടെ സുവിശേഷ ശുശ്രൂഷകളിലൂടെ ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി, ഒരു അഭിഷേകം സ്വീകരിക്കാൻ വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരും സ്വന്തം ശിരസിൽ കൈവച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. നാമത്തിന് സ്വന്തം ചെയ്യും. അങ്ങനെ ജനത്തിന് മേലെ ആത്മാവിനെ അയക്കുന്നത് പ്രാർത്ഥിക്കുന്ന എവിടെയെല്ലാം അങ്ങേ കണ്ടുമുട്ടുവാനും കൊടുക്കുവാനും കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കുവാനും ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ തിരുമുറുവാർന്ന് വലത് കരത്താൽ ആണിപ്പെടുത്താറുന്ന അത്ഭുത കരത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. സത്യബന്ധങ്ങളും മാംസപേശികളും രക്തഞരമ്പുകളിലും ശരീര കോശങ്ങളിലും കർത്താവെ വിശ്വാസത്തിൻ്റെ ശക്തി ഇറങ്ങി വസിക്കുകയും ലോകത്തിൽ ക്രിസ്തുവിൻ്റെ അടയാളമായി കൂദാശയായി മാറിക്കൊണ്ട് കർത്താവ് അറിയാത്തത് അറിയിക്കുകയും ക്രിസ്തുവിനെ അറിയാത്തത് അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുക. ഉടമ്പടിയുടെ അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവ് എല്ലാ മക്കളെയും ക്രിസ്തുവിൻ്റെ നാമത്തിന് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മക്കളെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ഒരുമിച്ച് വരിക 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 ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് കർത്താവിന് നിയോഗം പോലെ കർത്താവിന് കൈമാറ്റുക. നിങ്ങൾക്കറിയാവില്ല 3:15 അറിയാവോ? എനിക്ക് എപ്പോഴും 3:15 കുറിച്ച് എപ്പോഴും എനിക്ക് അതായത് കർത്താവ് അപ്പോസ്തലന്മാരെ 12 പേരെ വിടും. 12 പേരെ വിടുമ്പോഴെന്തിനാണ്? ദുഷ്ടാരൂപികളെ പുറത്താക്കാൻ, മറ്റുള്ളവരെ അധികാരപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് പൗരോഹിതന്മാർക്കുണ്ടായിരുന്ന അപ്പോസ്തലന്മാർക്കുണ്ട അധികാരത്തെ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നുണ്ട്. ശരിക്കും തിന്മയുടെ ശക്തികളെ അതിജീവിക്കാൻ വേണ്ടി സമൂഹത്തെ ഒരുക്കി സമൂഹ നന്മയുടെയും ദൈവഭയത്തിൻ്റെയും ഭക്തിയുടെയും സുവിശേഷ ജീവിതത്തിൻ്റെയും ഒരു വലിയ സമൂഹമായതിനെ മാറ്റാൻ വേണ്ടിയുള്ള പ്രവൃത്തിയുടെ പ്രഥമ പ്രവർത്തനമായിട്ടാണ് 3:15 വർക്കൗട്ട് ചെയ്യുന്നത്. മർക്കോസ് 3:15 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പിശാചുകളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. അധികാരം നൽകുന്നു എന്നാ പറയണത്. അധികാരം നൽകാൻ അപ്പോസ്തലന്മാരെ നിയോഗിക്കുകയാണ് ചെയ്യണത്. അപ്പോസ്തലന്മാർക്ക് അധികാരം കൊടുക്കുക മാത്രമല്ല, അവർക്ക് അധികാരം നൽകാൻ. ആരാണ് വിശ്വാസത്തിലേക്ക് വിശുദ്ധി ജീവിക്കുന്നത് അവർക്കൊക്കെ സമൂഹത്തെ കർത്താവിനെ കൊടുക്കാൻ, തിന്മയുടെ ശക്തികളുടെ മേൽ അധികാരം നൽകാൻ വേണ്ടി അപ്പോസ്തലന്മാരെ ഈശോ നിയമിച്ച് അയക്കുന്ന സന്ദേശമാണ്. അതുവഴിയാണ് ഈ കോമൺ പൗരോഹിത്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുവഴി നിങ്ങളായിരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇപ്പോൾ ഞങ്ങളെപ്പോലെ ഉള്ളവർ കോമൺ ഹോസ്പിറ്റലിൽ പോയി പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ഒരു നഴ്സിംഗ് സൂപ്രണ്ടിന് ഈസിയായിട്ട് അവിടെ പോയി പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നത് അവിടെയൊക്കെ ക്രിസ്തുവിനെ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ക്രിസ്തുവിനെ കൊടുക്കുക എന്ന് വെച്ചാൽ മതം മാറ്റുക, ന്യായസ്ഥാനപ്പെടുത്തുക എന്നൊന്നല്ല അർത്ഥം. കൃപാസന ഈസ് നോട്ട് ഫോർ ദാറ്റ്. പക്ഷേ അതേസമയം തന്നെ ക്രിസ്തുവിൻ്റെ സന്ദേശം അത് ലോകത്തിൻ്റെ അവകാശമാണ്. അവകാശം അർഹതപ്പെട്ടവർ കൊടുക്കാൻ അതിൻ്റെ അധികാരമുള്ളവർക്ക് ബാധ്യസ്ഥരാണ്. ആ അധികാരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഉപയോഗിക്കുന്നത്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ.
അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ജീവിത ദുരിതങ്ങൾക്കെതിരെയുള്ള പ്രാർത്ഥന, ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഇത് കാണുന്നത് അപ്പോഴൊക്കെ ഇത് ഷെയർ ചെയ്യണം ഈ സന്ദേശം. കാരണം ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉടമ്പടി ചെയ്തവരാണെന്നുള്ള ബോധ്യം ഉണ്ടാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജീവിത ദുരിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. 3 പേരായി നിൽക്കുക. പുരുഷന്മാർ, സ്ത്രീകൾ 3 പേരായി നിന്ന് പരസ്പരം കൈകോർത്ത് നിൽക്കുക. നിങ്ങളെ ശക്തീകരിക്കുകയും ആ ശക്തിയിൽ ലോകത്തിലെ പൊതു പൗരോഹിത്യ ക്രമപ്രകാരം ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിത സാഹചര്യം കൈമാറാൻ പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുന്ന സമയം കൂടിയാണ്. മൂന്ന് പേര് പരസ്പരം കൈകൾ വിടർത്തി വെക്കുക. അച്ഛൻ ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ വെക്കുക. ഇതിലേക്ക് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പൂശപ്പെടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്തുതിക്കട്ടെ. കർത്താവെ, ഈ വിശുദ്ധ രക്തം, അങ്ങയുടെ വിശുദ്ധ രക്തം അങ്ങയുടെ കൈകളിലേക്ക്, മക്കളുടെ കൈകളിലേക്ക് അങ്ങ് പൂശണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൈകൾ ആരുടെ മേൽ വെച്ചാലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അവിടെ കൈകൾ വിടർത്തി വെച്ചാൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, നിന്റെ വിശുദ്ധ രക്തം, നിന്റെ ആണിപ്പഴുതുകളുടെ രക്തം, നിന്റെ തിരുവിലാവിൻ്റെ രക്തം, നിന്റെ മുൾക്കിടത്ത് നൽകുന്ന രക്തം, ലോകത്തെ പാപത്തിന് മോചിപ്പിച്ച രക്തം, രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തിയ രക്തം, ലോകത്തെ ആത്മാവിൽ വീണ്ടെടുത്ത രക്തം, രക്ഷയുടെ രക്തം ഇപ്പോൾ കൈകളിലേക്ക് വീഴട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഈ മക്കളുടെ കൈകളെ കുതിരട്ടെ. കർത്താവിൻ്റെ രക്തത്താൽ കൈകൾ അഭിഷിക്തമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഈ കൈകൾ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിലേക്ക് വെക്കുക. ഈ കൈകളെ പ്രാർത്ഥനാ പങ്കാളിയുടെ ശിരസിലേക്ക് വെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം ജനതകളുടെ വിശുദ്ധിക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി കൈമാറാൻ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ വേണ്ടി പരിശുദ്ധാത്മാവിനെ ദൈവിക ശക്തി ലഭിക്കാൻ വേണ്ടി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അഭിഷേകം ചെയ്യണമേ.
ഭാഷാവർത്തെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ തീർത്ഥാടനത്തിലും ലോകവ്യാപകമായി ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അത്ഭുതമാർന്ന വലതുകരം ഇപ്പോൾ വെക്കണമേ. ആണിപ്രതാർന്ന വലതുകരം ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ചമുതൽ ഉള്ളംകാൽ വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും ശരീരകോശങ്ങളിലും ഞരമ്പുകളിലും ആന്തരിക അവയവങ്ങളും കരളിലും കിഡ്നികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ, കർത്താവിൻ്റെ രക്തം നിറയട്ടെ, കർത്താവിൻ്റെ രക്തം അടിപ്പുള്ള പോലെ അടിപ്പുള്ള വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഉറയട്ടെ. വാതരോഗങ്ങൾ, പിത്തരോഗങ്ങൾ, കഫരോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, കർത്താവ് വാൽവിൻ്റെ അസുഖങ്ങൾ, ഞരമ്പുകൾ ചുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, ആന്തരിക അവയവങ്ങൾ ചുങ്ങിപ്പോകുന്ന അവസ്ഥകൾ, അസ്ഥിക്കുഴകൾ ഞരമ്പുകൾ ലഭിക്കുന്ന അവസ്ഥകൾ, അസ്ഥി ഉരുക്കങ്ങൾ, അസ്ഥിപോക്കുകൾ, രക്തസ്രാവങ്ങൾ, ഫിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, കണ്ണിൽ കാഴ്ചക്കുറവുള്ളവർ, മൂക്കിന് ദശ വളർന്നവർ, വയലിൽ ശിസ്റ്റ് വളരുന്നവർ, ശരീരത്തിൽ ശിസ്റ്റ് വളരുന്നവർ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാറിപ്പോകട്ടെ. കൈകളെടുക്കരുത്, കൈകൾ അവിടെ തന്നെ ഇരിക്കട്ടെ. അഭിഷേകത്തിൻ്റെ സമയമാണ്. അച്ഛൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിലും കൃപാസനം പത്രമുണ്ട്, കൃപാസനം ഉടമ്പടി ഉപ്പുണ്ട്, ഉടമ്പടി കാശുരൂപമുണ്ട്, ഉടമ്പടി തൈലമുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ വേറെ ആൾക്ക് അത് കൊടുത്തുവിടാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേദനയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രോഗമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവിടെ ശരീരത്തിൽ തേച്ച് പ്രാർത്ഥിക്കാം, അവിടെ ഇടങ്ങളെ കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാം. അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പൊതു പൗരോഹിത്യത്തിൻ്റെ ശക്തി അഭിഷേകം ലഭിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. ഉന്നതമായ നാമം. ഈ ധ്യാനം കൂടുന്ന ആരെല്ലാം ഉണ്ട്? 3 ലക്ഷം മനുഷ്യർ ധ്യാനം കൂടുന്നവർ, പൊതു പൗരോഹിത്യത്തെ കർത്താവിൻ്റെ വിശ്വവിശേഷത്തിൻ്റെ വേലക്കാരായി ഈ ധ്യാനം കൂടുന്ന എല്ലാ മക്കളും എപ്പോൾ കൂടിയാലും എന്ന് കൂടിയാലും അവരെല്ലാം ആ സമയത്ത് പൊതു പൗരോഹിത്യ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പകർച്ചക്കാരായി മാറാൻ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി സുവിശേഷത്തിന്റെ സാക്ഷിയായി മാറാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എൻ്റെ മക്കളെ, ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം കൈ എടുക്കരുത്. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കുക. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ ജോലിയാകാം, വിവാഹമാകാം, വസ്തുക്കൾ വിൽക്കുന്നതാകാം, അല്ലെങ്കിൽ രോഗമാകാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിങ്ങളെ ഇന്ന് വിഷമിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, നിരാശപ്പെടുന്ന വിഷയമാകാം. അതെല്ലാം വിട്ടുമാറാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവികമായ ശാസന പ്രാർത്ഥന ചൊല്ലുകയാണ്. നിങ്ങൾ അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. അല്ലാത്തൊരു സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്ന് ഉടമ്പടി എടുത്തുപോയ ഈ കാലഘട്ടങ്ങളിൽ ഉടമ്പടി എടുത്തുപോയ മുഴുവൻ മനുഷ്യരുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയാൽ കർത്താരെ നടന്ന 10,000-കണക്കിന് ഉടമ്പടി ആരാധന ശക്തിയാൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന മുഴുവൻ തിന്മകൾ, പൈശാചിക സ്വാധീനങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ അമ്മമാതാവിൻ്റെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന
പരിശുദ്ധാത്മാവേ 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. മുട്ടേ നിൽക്കുക മക്കളെ. ഇൻ കേസ് എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കാം. മക്കളെ എന്തെങ്കിലും വിഷയം അച്ഛൻ ഓൺലൈനിലും പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങൾ ആരാധന കൂടിയാലും എന്നും നിങ്ങൾ ഈ ആരാധന കൂടിയാലും ഇത് പ്രസക്തമാണ്. അച്ഛൻ എന്തെങ്കിലും വിഷയം നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരാധനയെ സമർപ്പിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ തീരുമാനം കൃപയും ഉണ്ടാകും, വിടുതൽ പ്രാപിക്കും. ഇരിക്കുക. എല്ലാവരും മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും
അങ്ങേക്കാരാധന. ആവേ 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 മരിയ ആവേ